ഇതുപോലെ തന്നെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ കുറെ ഹിന്ദു സമുദായ സംഘടനയും കുറെ നേതാക്കന്മാരും ഉണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടതായിരിക്കുമല്ലോ ഈ കുട്ടി, ഈ മരിച്ച കുട്ടി. ആ സമുദായ സംഘടനയ്ക്ക് നട്ടലില്ലേ? എന്തിന്? ഒരു ഹിന്ദു പെൺകുട്ടിയാണല്ലോ. ഹിന്ദു സമുദായ സംഘടനകൾ എത്രയെണ്ണം ഉണ്ട്? കേവലം വിവാദമുണ്ടാക്കാനും രാഷ്ട്രീയക്കാരുമായിട്ട് ഗോഗ്വ വിളിക്കാനും അല്ലാതെ സ്വന്തം സമൂഹത്തിലെ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ആ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ആ മാതാപിതാക്കളുടെ ചെന്ന് കണ്ടോ? എന്തോന്ന് സമുദായ പ്രവർത്തന ഇവരൊക്കെ നടത്തുന്നത്? ഇനി ആരെങ്കിലും ഒന്ന് ചെന്നു, ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു, പ്രകടനം നടത്തി, പ്രസ്താവന ഇറക്കിയാൽ ചാപ്പ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സീലടിക്കാൻ. സംഘിയാണ്, അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദിയാണ്. മനുഷ്യത്വം, മനസാക്ഷി മരവിക്കുന്ന തരത്തിൽ അതിഭീകരമായി ഇത്തരം ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യം നടന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ പ്രതികരിച്ചു? അല്ലാത്തപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിനൊക്കെ ജീവനുണ്ടല്ലോ. അമേരിക്കയിൽ പ്രതികരിക്കും, ഗൾഫിൽ പ്രതികരിക്കും, ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതികരിക്കും. ഇവിടെ ആരും പ്രതികരിക്കുന്നില്ല. കാരണം എന്താ? മരിച്ചത്, കൊല്ലപ്പെട്ടത് ഹിന്ദുവാണ്. എന്തുവാകാം. അപ്പോ ഹിന്ദു ഇതുപോലെ തന്നെ നരകിച്ചു മരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന്റെ കാരണം ഇത് കേരളമാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ പത്രപ്രവർത്തനം, കേരളത്തിലെ ബുദ്ധിജീവികൾ, കേരളത്തിലെ എഴുത്തുകാർ, ചിന്തകർ, കലാകാരന്മാർ ഇവരെല്ലാം പാണക്കാട്ടെ അടിമകളാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരാണ്. ഏറ്റവും ഭീകരമായ ഒരു കള്ളം കൂടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കള്ളമുണ്ട്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളരാത്തതിന്റെ കാരണം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ശാന്തമായ മനസ്സോടുകൂടി നിലനിർത്തുന്ന ആ മുസ്ലിം ലീഗിനെ തൊഴണം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്, കോൺഗ്രസ്സുകാരും പറയുന്നത്. മുസ്ലിം ലീഗ് വലിയ സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. 38 പേർക്ക് വധശിക്ഷ വിധിച്ചു. അതിൽ 3 പേര് മലയാളികളാണ്. 2 പേര് ഈരാറ്റുപേട്ട, ഒരാൾ മലപ്പുറം കൊണ്ടോട്ടി. ആലുവായില് ഒരാൾക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് ജീവപര്യന്തം ആണ്. ആ ജീവപര്യന്തം ശരിയും വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 38, 4 പേര് കേരളത്തിൽ നിന്ന്. അങ്ങനെ വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഉള്ള സമയത്തല്ലേ ഇതൊക്കെ ഉണ്ടായത്? ഇനി ചിലപ്പോൾ ചിലർ പറയുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹമല്ലേ മുസ്ലിം, അതുകൊണ്ടാണ്. പക്ഷെ ഈ പ്രതികൾ എഞ്ചിനീയർമാരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട് പാവങ്ങൾ പട്ടിണി കിടന്നിട്ടാണ് തീവ്രവാദം ചെയ്യുന്നത്. അല്ല, ഈ പ്രതികളൊക്കെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പൊ സാമ്പത്തിക ശേഷിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എഞ്ചിനീയർമാരാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ തരവും നിറവും കാണിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അത് ഭീകരതയാണെന്ന് വ്യക്തമാണ്. ഈ സാമൂഹ്യ സാഹചര്യം ഇവിടെ ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും, ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബുദ്ധിജീവികളും. അപ്പോൾ ഇവരൊക്കെ ഈ മുസ്ലിം ലീഗിനെ അങ്ങോട്ട് വെള്ളപൂശി പരിശുദ്ധമാക്കി. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ പാകിസ്ഥാൻ ആകുമായിരുന്നു. ഇപ്പൊ നമ്മൾ പാകിസ്ഥാനേക്കാൾ കഷ്ടമല്ലേ? ഇത്ര ഭീകരം ആയിട്ടുള്ള 2 സംഭവങ്ങൾ അടുത്തടുത്താണ് ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ മരണവും ഈ 3 പേരുടെ തൂക്കിക്കൊലയും തൊട്ടടുത്തടുത്താണ്. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിലാണ് കേരളത്തിൽ നമ്മൾ അറിയുന്നത്. പക്ഷേ കേരളം കമാന്നൊരക്ഷരം പ്രതികരിക്കുന്നില്ലല്ലോ. പ്രതികരിക്കുന്നവരൊക്കെ സംഘപരിവാറാക്കി അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദിയാക്കി മാറ്റുകയല്ലേ. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്, കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ലീഗുകാരോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇതിന് ഇരയാകുന്നവർ കോൺഗ്രസ് അല്ല. കൊല്ലപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ലീഗോ അല്ല. കൊല്ലപ്പെടുന്ന പാവം ഹിന്ദുവാണ്. അവരൊരു രാഷ്ട്രീയക്കാരില്ല. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെയോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടി പിടിക്കാൻ പോകുന്നവരുമല്ല. പക്ഷെ ജീവിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം കേരളത്തിന്റെ ഹിന്ദു സ്വയം ചോദിക്കുകയും കേരളത്തിന്റെ ഹിന്ദു സമൂഹം ഈ കാര്യം ഗൗരവപരമായി ചർച്ച ചെയ്യുകയും വേണം. ഇല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിലെ ഓരോ വ്യക്തികളും കുട്ടികളും നഷ്ടപ്പെടുന്നത് വരെ നമുക്ക് ഉറക്കം നടിച്ചിരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് ഭീകരം തന്നെയാണ്, അങ്ങേയറ്റം ഭീകരമായ അവസ്ഥയാണ്. ഈ ഭീകരത എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നു, അത് കൊലപാതകം എന്നതിനേക്കാൾ ഉപരി ആ കൊലപാതകത്തിൽ പ്രതിഷേധിക്കാതിരുന്ന് മൗനാനുവാദം കൊടുക്കുന്ന ഭീകരതയാണ് അതിനേക്കാൾ വലിയ ഭീകരതയായിട്ട് എനിക്ക് തോന്നുന്നു. സർ, മറ്റൊന്ന് മുസ്ലിം ലീഗിനെ എടുത്തു പറയുമ്പോൾ ഇന്ന് ഏറ്റവും അവസാനം വന്ന വാർത്ത കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. മാറാട് കലാപത്തിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ടുള്ള പ്രസ്താവനകളും വിവരങ്ങളും ഒക്കെ പറയേണ്ടതുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ ആ തീവ്രവാദത്തിന്റെ ഏറ്റവും മുതിർന്ന ലെവലിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയേണ്ടതല്ലേ സർ? തീർച്ചയായിട്ടും അതെ.
അതായത് മുസ്ലിം ലീഗാണ് കേരളത്തിൽ ഭീകരവാദത്തിന് എല്ലാ വിധത്തിലുള്ള തണലും വിരിച്ചു കൊടുക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന തള്ളക്കോഴി മുട്ടയിട്ട് വിരിയിച്ച തീവ്രവാദികളല്ലാതെ ഒരു തീവ്രവാദിയും കേരളത്തിലില്ല. അതായത് ഞാൻ പറയട്ടെ, ഈ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പാർട്ടി എവിടെ നിന്നുണ്ടായതാണ്? മുസ്ലിം ലീഗിനകത്തു നിന്ന് തന്നെ ഉണ്ടായതാണ്. PDP എന്ന് പറയുന്ന ആൾക്കാര് കൊടിയും പിടിച്ച് മദനിയുടെ പുറകെ പോകുന്നതിന് മുമ്പ് ഇവരെവിടെയായിരുന്നു? അവര് മുസ്ലിം ലീഗിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഉണ്ടായല്ലോ. ഈ വെൽഫെയർ പാർട്ടിയുടെ പഴയ കാലത്ത് ഇവരെവിടെയായിരുന്നു? അവർ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ SDPI ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരെവിടെയായിരുന്നു? അവർ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. ഈ SDPIയും വെൽഫെയർ പാർട്ടിയും PDPയും INL-ഉം മുജാഹിദും അടക്കം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഈ ഭീകര സംഘടനകളെയൊക്കെ മുട്ടയിട്ട് വിരിയിച്ച് വളർത്തി തന്റെ ചിറകിന്റെ കീഴിൽ കൊണ്ടു നടന്ന് കൊത്തിപ്പെറുക്കി കൊടുത്ത് തിന്നാറാക്കി സ്വതന്ത്രമാക്കി വിട്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന തള്ളക്കോഴിയാണ്. ഈ അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് മാറാട് കലാപത്തിന്റെ മുഴുവൻ തെളിവുകളും തേച്ചു മാച്ച് കളഞ്ഞത്. അന്ന് നമുക്കറിയാം, ടൺ കണക്കിന് ആയുധങ്ങൾ മുസ്ലിം പള്ളിയിൽ നിന്ന് പിടിച്ചപ്പോ രക്തക്കറ വീണ മുസ്ലിം പള്ളി കഴുകി ശുദ്ധിയാക്കി നിസ്കരിക്കണമെന്നും പറഞ്ഞ് കടന്നു എന്നത് ഇതേ ഈ അഹമ്മദ് തന്നെയാണ്. മുസ്ലിം പള്ളി കഴുകാനൊന്നും അല്ല പോയത്, രക്തക്കറയുള്ള വാള് കഴുകാനാണ് പോയത്. ഇത് ആർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അപ്പോൾ മതഭീകരതയെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗ് പുറമെ വളരെ ശാന്തമാണ്. എന്തൊരു സൂത്രശാലികളാണെന്നറിയാവോ? ഇപ്പൊ നമുക്കറിയാമല്ലോ, KM ഷാജി മതമാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ആ പ്രസംഗം പിൻവലിക്കുന്നില്ല. ഞാൻ കുറെ കൂടെ കാര്യം പറയാമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്രസംഗവും കൂടെ നടത്തി. ഏറ്റവും ഭീകരവാദിയായി നിൽക്കുമ്പോഴാണ് അതേ KM ഷാജിയെ പിടിച്ച് മന്ത്രിയാക്കി. അപ്പോൾ മുസ്ലിം ലീഗ് പുറകോട്ടല്ല പോയത്, മുന്നോട്ടാണ് പോയത്. മുസ്ലിം ലീഗാണ് കേരളം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര സംഘടന. ഇന്ത്യയെ രണ്ടായി മുറിച്ച് അതേ മുസ്ലിം ലീഗ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തീവണ്ടി കിട്ടാത്തത് കൊണ്ട് കേരളത്തിൽ കുടുങ്ങിപ്പോയി മിച്ചം വന്ന സാധനമാണല്ലോ കേരളത്തിന്റെ മുസ്ലിം ലീഗ്. കുറെ പേരുണ്ട്, അത് നമുക്കറിയാം, ചരിത്രത്തിലുണ്ട്. പക്ഷെ പോകാൻ പറ്റാത്തവർ ഇവിടെ നിന്നിട്ട് ഇവിടെ മുസ്ലിം ലീഗ് കളിച്ച് ഈ കേരളത്തെ പാകിസ്ഥാനാക്കുകയാണ്. ഇപ്പൊ എന്താ അവസ്ഥ? മലപ്പുറം 2 ജില്ലയാക്കണമെന്ന് പറഞ്ഞു, എറണാകുളം 2 ജില്ലയാക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുക. ആരാ പ്രക്ഷോഭം നടത്തിയത്? NSS ആണോ? SNDP ആണോ? അല്ല കത്തോലിക്ക സഭയാണോ? ഒന്നുമല്ലല്ലോ, മുസ്ലിം സംഘടനകളാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, 19 ലക്ഷം ജനസംഖ്യയുള്ള സമയത്താണ് ആദ്യമായിട്ട് മലപ്പുറം ജില്ല 2ആയിട്ട് വിഭജിക്കുന്നത്. 19 ലക്ഷം. അന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് 22 ലക്ഷം ജനസംഖ്യയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 21 ലക്ഷം ജനസംഖ്യയുണ്ട്. തൃശ്ശൂർ വിഭജിക്കണ്ട, തിരുവനന്തപുരവും വിഭജിക്കണ്ട. തിരുവനന്തപുരത്തെക്കാൾ 22 ലക്ഷം ജനസംഖ്യയുള്ള തിരുവനന്തപുരം വിഭജിക്കാതെ, 21 ലക്ഷം ജനസംഖ്യയുള്ള തൃശ്ശൂർ വിഭജിക്കാതെ 19 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം വിഭജിച്ച് 2ആക്കി കൊടുത്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വികസനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ മലപ്പുറം ജില്ല 2ആക്കി തിരൂരുണ്ടാക്കും, തിരൂര് മലപ്പുറം ഉണ്ടാക്കും, എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ ഉണ്ടാക്കും. കേരളത്തിൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ കൂട്ടമായി വസിക്കുന്നു അവിടെയൊക്കെ ജില്ലയുണ്ടാകും. എന്നിട്ട് മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള പ്രദേശം ചേർത്ത് മലബാർ സംസ്ഥാനമുണ്ടാക്കി പിന്നീട് കുട്ടി പാകിസ്ഥാനെ സ്വതന്ത്രമാക്കാനുള്ള നീക്കമാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ മുസ്ലിം ലീഗിനെ അതിഭീകരമായ പ്രസ്ഥാനത്തെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിനിധീകരിച്ച ഈ അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് മാറാട് കലാപത്തിന്റെ തെളിവ് നശിപ്പിച്ച് ആ കേസ് മഹാമോശമാക്കി കളഞ്ഞ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കിയത്. ഏറ്റവും വലിയ തീവ്രവാദി, ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ വരെ എത്തിയ തീവ്രവാദിയാണ് ഈ അഹമ്മദ് എന്ന് പറയേണ്ടി വരും.